ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ചെറിയ മധുരവും അതുപോലെ തന്നെ എരിവുള്ള ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ 4 പീസായിട്ട് ചെറിയ പീസായിട്ട് ഒരു സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുക. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം, ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടാനുസരണം ചെയ്യുക, ഏതാണോ നല്ലത് അത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ കുറച്ച് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് ഇടുമ്പോൾ ആയി കിട്ടും. അധിക സമയമൊന്നും വേണ്ട. അത് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളിത് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് ഒരു 2-3 സെക്കൻഡ് അത്ര മതിയാവും ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ. അപ്പോൾ ഇതുപോലുള്ള കളറാവുമ്പോൾ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ പീസുകളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ബ്രെഡാണ് കേട്ടോ. 7 ബ്രെഡ് കട്ട് ചെയ്തെടുത്തതാണ്. അതെല്ലാ പീസസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ മധുരമല്ല, ചെറിയൊരു എരിവായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രെഡ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും സിമ്മിലോട്ട് ആക്കി വെക്കുക, വളരെ കുറഞ്ഞ ഫ്ലെയിമിലോട്ട്. ഇനി അതിലോട്ട് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റ് മസാലകൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചിക്കൻ മസാല അങ്ങനെ ഏതെങ്കിലും മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഗരം മസാല തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ ഒന്ന് ഈ ഒരു പീസസിലോട്ട് കോട്ട് ചെയ്ത് വരുന്ന തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം എള്ളും കൂടെ, വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. എപ്പോഴും സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കിതെടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറിയ ബ്രെഡിൻ്റെ ചെറിയൊരു മധുരവും അതുപോലെ നമ്മൾ ചേർത്ത മസാലയുടെ ഒരു എരിവും ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചായയൊക്കെ വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ക്രിസ്പിയാണ്, കറുമുറ ടൈപ്പാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.